രക്തസാക്ഷി ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ദേശീയവാദമാണ് ഗാന്ധിജി പിന്തുടർന്നത്. RSSന്റേത് കടുത്ത ഹിന്ദുത്വ ദേശീയതയും വർഗീയതയും അത് മൂർച്ഛിച്ചുള്ള ഭീകരതയുമാണ് RSSന്റെ ദേശീയതയുടെ മറവില് രാജ്യത്ത് അഴിഞ്ഞാടുന്നത്. രാജ്യം കണ്ട ഏറ്റവും ഇരുണ്ട 2 ദിനങ്ങളായിരുന്നു 1948 ജനുവരി 30-ഉം 1992 ഡിസംബർ 6-ഉം. 1948 ജനുവരി 30-നാണ് ഹിന്ദുത്വ തീവ്രവാദി നാഥുറാം ഗോഡ്സെ ഗാന്ധിജിക്ക് നേരെ വെടിയുതിർത്തത്. നാഥുറാം ഗോഡ്സെയുടെ അനുയായികള് ബാബരി മസ്ജിദ് തകർത്ത ദിനമാണ് 1992 ഡിസംബർ 6. ഗോഡ്സെയെപ്പോലെ ഹിന്ദുവായിരുന്നു ഗാന്ധിജിയും. രണ്ടുപേരും ദേശീയവാദികളും. എങ്കിലും ഈ 2 ധാരകൾക്കും പ്രകടമായ അന്തരമുണ്ടായിരുന്നു. യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിയായിരുന്നു ഗാന്ധിജി. പരമതങ്ങളെ ബഹുമാനിക്കാനും അവരുമായി സൗഹൃദത്തില് വർത്തിക്കാനും കൽപ്പിച്ച വേദങ്ങളെ പിന്തുടർന്ന് ആ ദർശനത്തില് രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ യത്നിച്ച രാഷ്ട്രീയ നേതാവ്. മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ദേശീയവാദമാണ് ഗാന്ധിജി പിന്തുടർന്നത്. RSSന്റേത് കടുത്ത ഹിന്ദുത്വ ദേശീയതയും വർഗീയതയും അത് മൂർച്ഛിച്ചുള്ള ഭീകരതയുമാണ് RSSന്റെ ദേശീയതയുടെ മറവില് രാജ്യത്ത് അഴിഞ്ഞാടുന്നത്. ഇതര മതസ്ഥരെ അടിച്ചമർത്തി തീവ്രഹിന്ദുത്വ രാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട RSSന്റെ അനുയായിയായിരുന്നു ഗോഡ്സെ. 1930-ൽ RSSല് ചേർന്ന ഗോഡ്സെ താമസിയാതെ അതിന്റെ ബൗദ്ധിക പ്രചാരകനായി ഉയർന്നു. കടുത്ത ഹിന്ദുത്വ ദേശീയതയാണ് അയാളെ സ്വാധീനിച്ചത്. RSS വിഭാവന ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ആദ്യപടിയായിരുന്നു ഗാന്ധിവധം. മധുര വിതരണം നടത്തിയാണ് RSS ഗാന്ധിവധം ആഘോഷിച്ചത്. അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭ്ഭായ് പട്ടേല് ജനസംഘം സ്ഥാപകന് SP മുഖർജിക്കും MS ഗോൾവാൾക്കർക്കും അയച്ച കത്തില് ഇക്കാര്യം എടുത്തുപറയുന്നുണ്ട്. വർഗീയ വിഷമാണ് അവരുടെ RSS നേതാക്കള് എല്ലാം പ്രസംഗിച്ചിരുന്നത്. അതിന്റെ അവസാനമെന്നോണം വിഷമയമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. അതാണ് ദാരുണവധം സാധ്യമാക്കി തീർത്തത്. ഗാന്ധിവധത്തിനു ശേഷം മധുരം വിതരണം ചെയ്ത് RSSുകാർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഔട്ട്ലുക്ക് 1998 ജൂലൈ 24. ഗാന്ധിവധത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഗാന്ധിജിയെ ആരും കൊന്നതല്ലെന്നും ആത്മഹത്യ ചെയ്തുവെന്നും വരുത്തിത്തീർക്കാനുള്ള ശ്രമത്തിലാണ് RSS ഇപ്പോൾ. ഗാന്ധിയുടെ ജന്മനാടായ ഗുജറാത്തിലെ ഒരു സ്കൂളിൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എങ്ങനെയായിരുന്നു എന്നായിരുന്നു. ഗുജറാത്തിലെ സുഫലം ശാല വികാസ് സംഘല് എന്ന സംഘടനയുടെ ബാനറിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലാണ് സംഭവം. ചരിത്രത്തെ വളച്ചൊടിക്കാൻ എത്ര സമർത്ഥമായി ഇവര് ശ്രമിക്കുന്നു. ഗാന്ധിജിക്ക് നേരെ നിറയൊഴിച്ച ഗോഡ്സെ RSSുകാരനല്ലെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് സംഘടന. എന്നാൽ ഈ വാദത്തെ ഗാന്ധിവധക്കേസില് തൂക്കിലേറ്റപ്പെട്ട നാഥുറാം വിനായക് ഗോഡ്സെയുടെ സഹോദരന് ഗോപാല് ഗോഡ്സെ നിരാകരിക്കുന്നുണ്ട്. താനും സഹോദരനും RSS പ്രവർത്തകരാണെന്നതിൽ അഭിമാനിക്കുന്നു. എന്നാൽ ജനസംഘം BJPയുടെ പഴയ പതിപ്പ് ഇപ്പോൾ തങ്ങളെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തിൽ RSSുകാരനായിരുന്നെങ്കിലും പിന്നീട് നാഥുറാം ഗോഡ്സെ സംഘടന വിട്ടിരുന്നുവെന്നൊരു വാദം ഉയർത്താറുണ്ട്. ഫ്രണ്ട്ലൈന് മാസികയില് അരവിന്ദ് രാജ്ഗോപാലുമായുള്ള അഭിമുഖത്തില് ഗോപാല് ഗോഡ്സെ ഇത് നിഷേധിച്ചിട്ടുണ്ട്. നാഥുറാം സംഘടന വിട്ടിരുന്നില്ലെന്നും ആ ഐഡന്റിറ്റി താത്കാലികമായി മറച്ചുവെക്കാൻ തീരുമാനിച്ചത് ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകര് പിടിക്കപ്പെടാതിരിക്കാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവത്തിൽ പങ്കില്ലെങ്കില് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ RSSുകാര് മധുരം വിതരണം നടത്തി ആഘോഷിച്ചത് എന്തിനായിരുന്നു? ഗാന്ധിജി കൊല്ലപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണെന്ന് ഹിന്ദുത്വർ ഇപ്പോഴും വിശ്വസിക്കുന്നു. BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ പാഠപുസ്തകങ്ങളില് നിന്ന് ഗാന്ധിജിയെ നിഷ്കാസനം ചെയ്യുകയാണ്. പകരം സവർക്കറും ദീൻദയാൽ ഉപാധ്യായയുമാണ് സിലബസില് ഇടം നേടുന്നത്. ഏറെ താമസിയാതെ നാഥുറാം ഗോഡ്സെയും വാഴ്ത്തപ്പെട്ടവന് എന്ന പദവിയില് സിലബസില് ഇടം നേടും. ജനുവരി 30-ന് ഇപ്പോഴും RSS പ്രവർത്തകര് ഗാന്ധിവധം ആഘോഷിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരാറുണ്ട്. 2019 ജനുവരി 30-ന് രക്തസാക്ഷി ദിനത്തില് ഗാന്ധിയുടെ പ്രതിമയുണ്ടാക്കി അതിനു നേരെ വെടിയുതിർത്ത് ഹിന്ദു മഹാസഭയുടെ ജനറൽ സെക്രട്ടറി പൂജ ശഗൻ പാണ്ഡെ ഈ വധം ആഘോഷിച്ചു. നാഥുറാം ഗോഡ്സെയുടെ പ്രതിമയില് ഹാരാർപ്പണവും ശേഷം മധുര വിതരണവും നടത്തി. ഹിന്ദു മഹാസഭയുമായോ പൂജ പാണ്ഡെയുമായോ BJPക്ക് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പാർട്ടി നേതാക്കളായ ഉമാഭാരതി, ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരോടൊപ്പം പാണ്ഡെയുടെ ചിത്രം പുറത്തുവന്നപ്പോൾ ഈ വാദം തകർന്നു. ഒരേ ലക്ഷ്യത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് RSSും ഹിന്ദു മഹാസഭയും. 1993 ഫ്രണ്ട്ലൈൻ പ്രസിദ്ധീകരിച്ച ഗോപാല് ഗോഡ്സെയുടെ അഭിമുഖത്തില് ഗാന്ധിവധവും RSSും ഹിന്ദു മഹാസഭയും തമ്മിലുള്ള ബന്ധവും വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഗാന്ധി വധത്തിന്റെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ ഡൽഹി തുഗ്ലക്ക് നോർത്ത് പോലീസ് സ്റ്റേഷന് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദാലു റാമിന്റെയും
ഇൻസ്പെക്ടർ GD നാഗർവാലയുടെയും കേസ് ഡയറികളും കണ്ടെത്തലുകളും ഗാന്ധിവധത്തില് RSSനും ഹിന്ദു മഹാസഭയ്ക്കുമുള്ള പങ്ക് വ്യക്തമാക്കുന്നു.